നമ്മൾ ഭ്രാമരി ചരിത്രത്തോട് 13-ാം അധ്യായത്തോടുകൂടി 10-ാം സ്കന്ധം സമാപിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനി ഉണ്ണിക്കണ്ണൻ്റെയും ദേവിയുടെയും ജഗദംബികയായ ഭഗവതിയുടെയും ഒക്കെ അനുഗ്രഹത്തോടുകൂടി ഏകാദശ സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏകാദശ സ്കന്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രാതകൃതം. ഇപ്പൊ നാരദർ ചോദിക്കുകയാണ്, ശ്രീനാരദ മഹർഷി ശ്രീനാരായണ മഹർഷിയോട് ചോദിക്കുകയാണ്, മഹാഭാഗ മഹർഷി, ത്രികാലജ്ഞനായ അങ്ങ് ദേവിയുടെ ആശ്ചര്യജനകമായ കഥകളെല്ലാം പറഞ്ഞു തന്നു. ഇനി ആ ദേവിയെ സന്തോഷിപ്പിക്കാൻ അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങളെ പറ്റി പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ പറയണു, ഹേ ദേവർഷേ, സദാചാര വിധിക്രമങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അതിരാവിലെ എഴുന്നേറ്റ് നിത്യവും ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റി ഞാൻ പറയാം. അതെല്ലാവർക്കും ഉപകാരപ്രദമാകും. സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നൈമിത്തിക കർമ്മങ്ങൾ, അതുപോലെ കാമ്യകർമ്മങ്ങൾ, അതുപോലെ അന്യകർമ്മങ്ങൾ തുടങ്ങിയ കർമ്മങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തിരിക്കണം. തനിക്ക് തുണയായിട്ട് നാം ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ കൂടെ അവസാനം വരെ ഉണ്ടാവുകയുള്ളൂ. നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാലും അത് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. അതിനാൽ ബുദ്ധന്മാർ സ്വന്തം കർമ്മങ്ങൾ എന്താണെന്ന് അറിയണം. ധർമ്മത്തിന്റെ സഹായമുണ്ടെങ്കിൽ അജ്ഞാനാന്ധകാരത്തെ മറികടക്കാം. അതിനാൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് അധർമ്മം മാർജിക്കാൻ ശ്രമിക്കണം. ആചാരമാണ് ധർമ്മം എന്ന് ശ്രുതിയും സ്മൃതിയും പറയുന്നുണ്ട്. ആചാരങ്ങൾ വിധിയാവണ്ണം അനുഷ്ഠിച്ച് ജീവിക്കണം. എല്ലാ ഉന്നതിക്കും ആധാരം ധർമ്മം തന്നെയാണ്, അത് മനസ്സിലാക്കണം. അജ്ഞാനത്തിൽപ്പെട്ട് മോഹത്തിന്റെ പുറകെ ഭ്രമിച്ചു കഴിയുന്നവർക്ക് ധർമ്മം മോക്ഷത്തിലേക്കുള്ള മാർഗം വ്യക്തമാക്കി കൊടുക്കുന്നു. ആചാരം കൊണ്ട് ശ്രേഷ്ഠതയും കാര്യസാധ്യവും ഉണ്ടാകും. കർമ്മങ്ങൾ കൊണ്ട് ജ്ഞാനം നേടാമെന്ന് മനുസ്മൃതിയിൽ പറയുന്നു. ആചാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നത് തന്നെ ഒരു തരത്തിൽ തപസ്സാണ് കേട്ടോ. ആചാരങ്ങൾ അനുഷ്ഠിക്കാത്തവൻ കർമ്മം ചെയ്യാൻ അർഹനല്ല താനും. അവൻ ശൂദ്രന് സമനാണ്. ആചാരങ്ങൾ 2 വിധമുണ്ട്, ശാസ്ത്രീയമായിട്ടും ലൗകികമായിട്ടും. ശുഭം ആഗ്രഹിക്കുന്നവൻ രണ്ടും ആചരിക്കണം. എല്ലാ കാര്യത്തിലുണ്ടല്ലോ, ശാസ്ത്രീയമായിട്ടും ലൗകികമായിട്ടും. അതുപോലെ ദേശധർമ്മം, ജാതിധർമ്മം, വേദധർമ്മം, കുലധർമ്മം ഇതൊക്കെ ആചരിച്ചേ മതിയാകൂ. ആചാരഹീനന് ലോകം മാനിക്കുകയില്ല. അധർമ്മം ചെയ്ത് ആർജിക്കുന്ന ധനവും മോഹവും ഉപേക്ഷിക്കുക തന്നെ വേണം. ലോകത്തിന് ഉപകാരപ്രദമല്ലാത്ത കർമ്മങ്ങൾ ധർമ്മമാണെങ്കിലും ത്യജിക്കുക തന്നെ വേണം. ധർമ്മം അനുഷ്ഠിക്കാൻ ഏത് ഗ്രന്ഥത്തെയാണ് പ്രമാണമായി എടുക്കേണ്ടത്? അത് ചോദിച്ചു. നമുക്ക് ഒട്ടേറെ ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ശ്രുതിയും സ്മൃതിയും ധർമ്മത്തിന്റെ 2 കണ്ണുകളാണെങ്കിൽ പുരാണം ഹൃദയമല്ലേ? അത് ഹൃദയമാണ്. ഇവയിൽ വൈരുദ്ധ്യം തോന്നുകയാണെങ്കിൽ ശ്രുതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പ്രമാണമായി എടുക്കേണ്ടത്. പുരാണത്തിലും സ്മൃതിയിലും സംശയം തോന്നിയാൽ സ്മൃതിയാണ് പ്രധാനമായി എടുക്കേണ്ടത്. സ്മൃതിയിലും വൈരുദ്ധ്യം തോന്നുകയാണെങ്കിൽ പിന്നെന്താ? അതിനെപ്പറ്റി ആധികാരികമായി പറയുവാൻ വിഷയത്തെ പ്രത്യേകം പരിഗണിക്കണം എന്ന് പറയണു. ഏതായാലും ധർമ്മ മാർഗത്തിന് പ്രമാണം വേദം തന്നെയാണ്. വേദധർമ്മത്തെ ഉപേക്ഷിച്ച് അന്യധർമ്മത്തെ ആചരിക്കുന്നവൻ നരകത്തിൽ പോകേണ്ടി വരുന്നുള്ള കാര്യത്തില് സംശയം വേണ്ട കേട്ടോ. ഓരോ ദിവസവും താൻ എന്ത് സൽക്കർമ്മമാണ് ചെയ്തതെന്ന് ചിന്തിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വലത് കാലത്ത് ഉടമയിൽ വെച്ച് നിർവർന്നിരുന്ന് ബ്രഹ്മനിഷ്ഠനായി നിരപ്പായ സ്ഥലത്തിരുന്ന് ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് പ്രാണായാമം ശീലിക്കണം. 2-3 പ്രാവശ്യം പ്രാണായാമം ചെയ്യണം. പിന്നീട് ഹൃദയത്തിൽ ഇഷ്ടദേവനെ ധ്യാനിക്കണം. പിന്നീടോ പ്രാണായാമത്തിന് തുല്യമായ മറ്റൊരു യോഗം ഇല്ല കേട്ടോ. ഏറ്റവും മഹത്തായ യോഗമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. രേചകം, പൂരകം, കുംഭകം ഇപ്രകാരം 3 വിധത്തിലാണ് പ്രാണായാമം ചെയ്യേണ്ടത്. ഇതിനെ വർണ്ണത്രയം എന്ന് പറയുന്നു. ഇതിനെയാണ് പ്രണവം എന്ന് പറയുന്നത്. മൂലാധാരം, ലിംഗം, നാഭി, ഹൃദയം, കണ്ഠം, ഭ്രൂമധ്യം ഇപ്രകാരം 6 സ്ഥാനങ്ങളിലും ഓരോ പത്മത്തെ സങ്കല്പിക്കണം. മൂലാധാരത്തിലെ പത്മത്തിൽ 4 ഇതളുകളും, ലിംഗത്തിലെ പത്മത്തിൽ 6 ഇതളുകളും, നാഭിയിലെ പത്മത്തിൽ 10 ഇതളുകളും, ഹൃദയത്തിലെ പത്മത്തിലോ 12 ഇതളുകളും, കണ്ഠത്തിലെ പത്മത്തിലാണെങ്കിൽ 16 ഇതളുകളും,
ഭ്രൂമധ്യത്തിലെ പത്മത്തിൽ 2 ഇതളുകളും രണ്ടേ ഉള്ളൂ ഉണ്ടെന്ന് സങ്കല്പിക്കണം. ഇതാണ് ദേവിയുടെ തത്വരൂപം. അരുണകമലത്തിൽ സ്ഥിതി ചെയ്യുന്നതും പൂമ്പൊടിയുടെ നിറമുള്ളതും താമരനൂലിന്റെ ആകൃതി ഉള്ളതും ശ്വേതബിന്ദുവായ ചന്ദ്രനും രക്തബിന്ദുവായ അഗ്നിയും തനയ യുഗ്മങ്ങളും ആദിത്യൻ മുഖമായിട്ടുള്ളതുമായ കുണ്ടലിനി ശക്തി സ്വരൂപം ഒരു പ്രാവശ്യമെങ്കിലും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചാൽ അവൻ മുക്തനാകും. മനസ്സിന്റെ ഗതിവിഗതികളും ബുദ്ധിയും ചിന്തയും സ്തുതിയും വാക്കും എല്ലാം ദേവിക്കുള്ള അർച്ചന തന്നെയാണ്. എനിക്ക് ദുഃഖമില്ല, ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നുറപ്പിക്കണം. മൂലാധാരത്തിൽ നിന്ന് ബ്രഹ്മരന്ധ്രത്തിലേക്ക് പോകുമ്പോൾ അത്യധികം പ്രകാശം പൂണ്ടവളും വീണ്ടും മൂലാധാരത്തിലേക്ക് മടങ്ങുമ്പോൾ അമൃതധാരയിൽ മുങ്ങിയവളായും സുഷുമ്നയിൽ കൂടി ചരിക്കുന്നവളുമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കണം. പിന്നീട് ബ്രഹ്മരന്ധ്രത്തിൽ ഈശ്വരനെ ധ്യാനിക്കണം. മനസ്സുകൊണ്ട് ഉപചാരങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്യണം. പിന്നീട് സാധകൻ ഗുരു ബ്രഹ്മാവ് തന്നെ എന്നും ഗുരു തന്നെയാണ് വിഷ്ണുവെന്നും ഗുരു തന്നെയാണ് മഹേശ്വരനെന്നും ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഗുരുവാണെന്നും ഉറപ്പിക്കണം. ആ ഗുരുവിനെ എപ്പോഴും തൊഴുകയും നമസ്കരിക്കുകയും ചെയ്യാം. അങ്ങനെ പ്രാതകൃത്യം എന്ന 1-ാം അധ്യായം ദേവീപാദങ്ങളിൽ സമർപ്പിച്ചു. ഇനി ശൗചാദിവിധി എന്തൊക്കെയാണ്? എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് അനുഷ്ഠിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും തൊട്ട് പറഞ്ഞു തന്നില്ലേ. ഇനി ശൗചാദിവിധി എങ്ങനെ വെച്ചാൽ വേദാംഗങ്ങളോടുകൂടി വേദം പഠിച്ചിട്ടുണ്ടെങ്കിലും ആചാരങ്ങളെ അനുഷ്ഠിക്കാത്തവനെ വേദങ്ങൾ ശുദ്ധീകരിക്കില്ല. ചിറകുമുളച്ച പക്ഷികൾ കൂടുവിട്ടു പോകും പോലെ അന്ത്യകാലത്ത് വേദം അവനെ വിട്ടുപോകുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് വേദം പഠിക്കണം. പിന്നീട് കുറച്ചു നേരം ഇഷ്ടദേവനെ ധ്യാനിക്കാം. യോഗിയാണെങ്കിൽ ബ്രഹ്മധ്യാനം ചെയ്യണം. ഇപ്രകാരം നിരന്തരം ചെയ്യുമ്പോൾ ജീവബ്രഹ്മം ഐക്യം, ജീവനും ബ്രഹ്മവും ഒന്നാകും. അപ്പോൾ ജീവൻ മുക്തനാവുകയും ചെയ്യും. ഗൃഹത്തിൽ നിന്നൊരു വിൽപ്പാടകലെ നിർദികോണിലായി മാത്രമേ മലവിസർജനം പാടുള്ളൂ. ഇന്നോ യജ്ഞോപവീതം കർണത്തിൽ വെച്ചിട്ട് വേണം വിസർജനം. ബ്രാഹ്മണൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ ഇവർക്കൊക്കെ വെവ്വേറെ ആചാരങ്ങളുണ്ട്. യജ്ഞോപവീതം എന്ന് പറഞ്ഞാൽ അറിയാലോ, പൂണൂലത് ചെവിയിൽ ഇങ്ങനെ മുട്ടിച്ചു വെച്ചിട്ട് വേണം മലവിസർജനം നടത്താനാണ് പറയുന്നത്. പുല്ലുകൊണ്ട് ഭൂമി മൂടി തുണി കൊണ്ട് ശിരസ് മറച്ച് വായ തുറക്കാതെ വേണം വിസർജനം. ഉഴുത നിലത്തോ ജലത്തിലോ ചിതയിലോ പർവ്വതത്തിലോ ജീർണിച്ച ദേവാലയത്തിലോ മൺപുറ്റിലോ ഉൾപ്പരപ്പിലോ വഴിയിൽ നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ നിന്നുകൊണ്ടോ മലമൂത്ര വിസർജനം പാടില്ല. ശ്രാദ്ധം, പൂജ, രതി, ജോലി, ഗുരുസന്നിധി ഈ സമയത്തൊക്കെ മൗനിയായിരിക്കണം. ശ്രാദ്ധം കഴിക്കുമ്പോ, പൂജ ചെയ്യുന്ന സമയത്ത് ഋഷികൾ, പിശാചുക്കൾ, ഉരകങ്ങൾ, രാക്ഷസന്മാർ എന്നിവരോടെല്ലാം പറയണം, നിങ്ങളെല്ലാം മാറി നിൽക്കണം, ഞാൻ ശൗചം ചെയ്യുകയാണ് എന്ന്. കാറ്റിനും സൂര്യനും അഗ്നിക്കും വിപ്രനും പശുവിനും അഭിമുഖമായ മലമൂത്ര വിസർജനം ചെയ്യരുത്. സൂര്യൻ കിഴക്കൊന്ന് ഉദിച്ചു വരുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് മലവിസർജനം ചെയ്യാൻ പാടില്ല എന്ന് കണ്ടോ. അല്ലെങ്കിലും പാടില്ല എന്നല്ലേ പറയുന്നത്. ശൗചം ചെയ്യുമ്പോൾ മണ്ണ് ഉപയോഗിക്കണം. മണ്ണ് തൊട്ടിട്ട് വേണം കഴുകാൻ എന്നാണ് പറയുന്നത്. എന്നാലും ശുദ്ധിയാവുള്ളൂ എന്ന്. ഇടതുകാൽ മുന്നിൽ വെച്ചും വലതുകാൽ പിന്നിൽ വെച്ചും 4 വട്ടം കാലിൽ മണ്ണ് തേക്കണം. ഗൃഹസ്ഥന് ഈ വിധത്തിലും ബ്രഹ്മചാരിക്ക് ഇരട്ടിയും വാനപ്രസ്ഥന് 3 ഇരട്ടിയും യതിക്ക് 4 ഇരട്ടിയും മണ്ണെടുക്കണം. ഗന്ധമില്ലാതെ ആവോളം മണ്ണുകൊണ്ട് ശൗചം ചെയ്യണമെന്ന് മനു പറയുന്ന അമ്മ. ദുർഗന്ധം വല്ലതും ഉണ്ടാവില്ലേ, അത് പോകുന്നത് വരെ ഇങ്ങനെ മണ്ണുകൊണ്ട് തൊട്ടിട്ട് കഴുകി കൊടുക്കണം. ശൗചം ഇടങ്കൈ കൊണ്ട് മാത്രമേ ചെയ്യാവൂ. വലങ്കൈ നിഷിദ്ധമാണ്. നാഭിക്ക് കീഴെ ശൗചം ചെയ്യാൻ ഇടങ്കൈയും അതിന്മേലെ വലങ്കൈയും ഉപയോഗിക്കണം. മലമൂത്ര വിസർജനത്തിന് പോയിട്ട് വന്ന് ജലപാത്രം എടുക്കരുത്. അറിയാതെ എടുത്താൽ തന്നെ പ്രായശ്ചിത്തം ചെയ്യണം. 3 ദിവസം ആഹാരമില്ലാതെ ജലം മാത്രം പാനം ചെയ്തിരിക്കണം. അതാണ് ഈ മലമൂത്ര വിസർജനത്തിന് പോയിട്ട് വന്നപാട് ജലപാത്രം എടുത്താലുള്ള പ്രായശ്ചിത്തം. ദേശകാലോചിതമായ ശൗചത്തിന് ഇതിൽ നിന്ന് വ്യത്യാസം വരാം. ബ്രാഹ്മണൻ 4 പ്രാവശ്യം കുലുക്കുഴിയണം. വായിൽ വെള്ളം ഒഴിച്ചിട്ട് 4 പ്രാവശ്യം. ആചമിച്ചതിന് ശേഷം പല്ല് തേക്കണം. ദന്തധാവനത്തിന് മുള്ളുള്ള പാൽമരങ്ങളിൽ നിന്നാണ് കമ്പ് മുറിച്ച് എടുക്കേണ്ടത്. അതെല്ലാം പണ്ടത്തെ കഥയാണ്, ഇന്നത്തെ കഥയല്ല പറയുന്നത്.
ആ മരത്തിനോട് സമ്മതം ചോദിച്ചിട്ടേ മുറിക്കാൻ പാടുള്ളൂ. ഉങ്ങ്, അത്തി, മാവ്, ബദരി, കടമ്പ്, ചമ്പകം എന്നീ മരങ്ങളിൽ നിന്നാണ് കമ്പ് മുറിക്കേണ്ടത്. ദന്തധാവനത്തിന് സൗകര്യമില്ലാത്ത സ്ഥലത്തോ സമയത്തോ ആണെങ്കിൽ 12 പ്രാവശ്യം കുലുക്കുഴിയണം. വിരല് കൊണ്ട് വായൊക്കെ തുടച്ച് വൃത്തിയാക്കി കുലുക്കുഴിഞ്ഞ് കുറേ പ്രാവശ്യം അങ്ങനെ വായു കഴുകണം എന്ന് പറയുന്നു. സംക്രാന്തി ദിനത്തിൽ ദന്തധാവനം ചെയ്യുന്നത് ആദിത്യനെ ദ്രോഹിക്കുന്നത് പോലെയാണ്. അത് കുലനാശം വരുത്തുകയും ചെയ്യും. പ്രഥമ, വാവ്, ഷഷ്ടി, നവമി, ദശമി ഈ ദിവസങ്ങളിൽ ദന്തധാവനം ചെയ്താൽ 7 തലമുറ വരെ നശിക്കുമത്രേ. ആദ്യ പാദം ജലമൊഴിച്ച് ശുദ്ധമാക്കണം ആദ്യം. പിന്നെ ശുദ്ധജലം കൊണ്ട് 3 പ്രാവശ്യം ആചമിക്കണം. 2 പ്രാവശ്യം ചുണ്ട് തുടക്കണം. പിന്നെ പെരുവിരലും ചുണ്ടാണി വിരലും കൊണ്ട് 2 നാസാദ്വാരങ്ങളും, മോതിരവിരലും പെരുവിരലും കൊണ്ട് 2 കണ്ണുകളും, ചെറിയ വിരലും പെരുവിരലും ചേർത്ത് 2 ചെവികളും, നാഭിയും ഹൃദയവും എല്ലാ വിരലുകളും ചേർത്ത് ശിരസും സ്പർശിക്കണം. ഇങ്ങനെയാണ് ശൗചം ചെയ്യാനുള്ള വിധി. പോരെ, ഇനി എന്താ പറയേണ്ടത്? ഇനി കുളിക്കാനുള്ള വിധി, സ്നാനത്തിന്റെ വിധി പറഞ്ഞു തരാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. സ്നാനത്തിന്റെ വിധി കേട്ടോളൂ. രുദ്രാക്ഷ ധാരണം, രുദ്രാക്ഷം ധരിക്കാൻ ആരൊക്കെയാണ് യോഗ്യനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആചമനം 6 വിധത്തിലുണ്ടെന്ന് ശ്രുതികളിൽ പറയുന്നു. ശുദ്ധം, സ്മാർത്തം, പൗരാണികം, വൈദികം, താന്ത്രികം, ശ്രൗതം. മലമൂത്ര വിസർജനാദികൾക്ക് ശേഷം ചെയ്യുന്ന ശൗചത്തെയാണ് ശുദ്ധം എന്ന് പറയുന്നത്. വിധിപൂർവം ചെയ്യുന്ന ആചമനത്തെയാണ് സ്മാർത്തം എന്നും പൗരാണികമെന്നും പറയുന്നത്. ബ്രഹ്മയജ്ഞത്തോടുകൂടി ചെയ്യുന്നതിന് വൈദികമെന്നും ശ്രൗതമെന്നും അസ്ത്രവിദ്യാദികളോടുകൂടി ചെയ്യുന്ന ആചമനത്തെ താന്ത്രികമെന്നും പറയുന്നു. ബ്രാഹ്മണൻ പ്രണവത്തോടുകൂടി ഗായത്രി ജപിച്ചുകൊണ്ട് ശിഖ കെട്ടണം. പിന്നീട് ആചമിച്ചതിന് ശേഷം ഹൃദയം, ചുമല്, കൈകൾ എന്നിവയെ സ്പർശിക്കണം. തുമ്മുമ്പോഴും ഛർദിക്കുമ്പോഴും തുപ്പുമ്പോഴും കള്ളത്തരം കേൾക്കുമ്പോഴും നീചന്മാരോട് വർത്തമാനം പറയുമ്പോഴും വലത്തെ ചെവി സ്പർശിക്കണം. ഏതേ വർഷേ അഗ്നിയും ജലവും സൂര്യനും ചന്ദ്രനും വായുവും എല്ലാം ബ്രാഹ്മണന്റെ വലത്തെ കാതിലുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെ വലത്തെ ചെവി ഇങ്ങനെ അടച്ചു പിടിക്കണം എന്ന് പറയുന്നത്. അധികാലത്ത് പുഴയിലോ കുളത്തിലോ പോയി സ്നാനം ചെയ്യണം. നവദ്വാരങ്ങളും അഴുക്ക് കൊണ്ട് മലിനമാണ്. ദേഹം ശുദ്ധിയാവാൻ കുളിക്കുക തന്നെ വേണം. കുളിയും സന്ധ്യാവന്തനവും പവിത്രമിട്ട് വേണം ചെയ്യാൻ. 7 ദിവസം പ്രാതസ്നാനം ചെയ്യാത്തവനും 3 ദിവസം സന്ധ്യാവന്തനം ഉപേക്ഷിച്ചവനും 12 ദിവസം അഗ്നിഹോത്രം ചെയ്യാത്തവനും ശൂദ്രനായി ഭവിക്കും. ഇഹത്തിലും പരത്തിലും ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല കേട്ടോ. ഗാനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് കൊണ്ടാണ് ഗായത്രി എന്ന നാമം ചേർന്നത്. പ്രണവത്തോടുകൂടി ഭൂസ്വഹ ജപിച്ച് 3 പ്രാണായാമം കൊണ്ട് പ്രാണവായുവിനെ സമീകരിച്ച് നിർത്തണം. വേദമന്ത്രങ്ങൾ തന്നെ ജപിക്കണം. ജപത്തോടുകൂടിയ പ്രാണായാമം സഗർഭവും ധ്യാനിച്ച് പ്രാണായാമം ചെയ്യുന്നവൻ അഗർഭവുമാകുന്നു. വെള്ളത്തിൽ നിന്ന് തന്നെ പിതൃതർപ്പണം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മലേപനം ചെയ്ത് രുദ്രാക്ഷം ധരിക്കണം. വെള്ളത്തിൽ നിന്നുകൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്തിട്ട് വേണം വെളുത്ത വസ്ത്രം ധരിച്ച് ഭസ്മം തൊട്ട് രുദ്രാക്ഷം ധരിക്കാം. കഴുത്തിൽ 32ഉം ശിരസിൽ 40ഉം, ഓരോ കാതിൽ 6 വീതവും, കൈകളിൽ 12 വീതവും, ഭുജങ്ങളിൽ 16 വീതവും, കണ്ണുകളിൽ ഓരോന്ന് വീതവും, ശിഖയിൽ 1ഉം, വക്ഷത്തിൽ 108ഉം രുദ്രാക്ഷം ധരിക്കുന്നവൻ പരമശിവന് സമനാണ്. അങ്ങനെയൊക്കെ ഇപ്പം രുദ്രാക്ഷം ധരിക്കാൻ പറ്റുമോ? ഭക്തിയുള്ള ബ്രാഹ്മണൻ സ്വർണമോ വെള്ളിയോ കെട്ടിച്ചുള്ള രുദ്രാക്ഷം ദേഹത്തിൽ ധരിക്കണം. രുദ്രാക്ഷ ധാരണം കൊണ്ട് ശിവജ്ഞാനം ഉണ്ടാകും. മുടിയിൽ ധരിക്കുന്ന രുദ്രാക്ഷത്തെ താരതത്വമായും കർണങ്ങളിൽ ധരിക്കുന്നവയെ ദേവനായും ദേവിയായും കാണണം. യജ്ഞോപവിധത്തിലുള്ള രുദ്രാക്ഷത്തെ വേദങ്ങളായും, കയ്യിൽ ധരിക്കുന്നവയെ ദിക്കുകളായും, കഴുത്തിൽ ധരിക്കുന്ന രുദ്രാക്ഷത്തെ വാഗ്ദേവിയായും വന്യയായും സങ്കല്പിക്കണം. എല്ലാ ആശ്രമക്കാർക്കും രുദ്രാക്ഷം ധരിക്കാട്ടോ. എന്നാൽ ബ്രാഹ്മണൻ മന്ത്രപൂർവ്വം തന്നെ രുദ്രാക്ഷം ധരിക്കണം. അല്ലാതെ വെറുതെ എടുത്തിരിങ്ങനെ കിട്ടിയാൽ പോരാ. രുദ്രാക്ഷം ധരിച്ചവൻ ശിവനായി തന്നെ തീരും. നിഷിദ്ധമായതൊന്നും ചെയ്യാൻ പാടില്ല.
എല്ലാ പാപങ്ങളും രുദ്രാക്ഷം ധരിച്ചാൽ നശിച്ചു പോകും. രുദ്രാക്ഷം ധരിക്കാൻ മടിക്കുന്നവർക്ക് കോടി ജന്മം കഴിഞ്ഞാലും സംസാര സാഗരത്തിന്റെ മറുകര കടക്കാൻ സാധ്യമാവില്ല. രുദ്രാക്ഷധാരണം കൊണ്ടാണ് ശ്രീരുദ്രൻ രുദ്രനായത്. രുദ്രാക്ഷധാരികളെ വന്ദിക്കണം, അവർക്ക് ദാനങ്ങൾ ചെയ്യണം. രുദ്രാക്ഷധാരിയെ ശ്രാദ്ധ സമയത്ത് കൂട്ടുകയാണെങ്കിൽ പിതൃക്കൾക്ക് നല്ല തൃപ്തിയാവും. സ്വർണത്തിൽ കെട്ടിയ രുദ്രാക്ഷം ധരിച്ചാൽ അവൻ രുദ്രസായുജ്യം തന്നെ പ്രാപിക്കും. രുദ്രാക്ഷം ധരിച്ചവൻ സർവപാപങ്ങളിൽ നിന്ന് മുക്തനായി ജ്ഞാനിയായി തീരുകയും ചെയ്യും. നാരദ, രുദ്രാക്ഷ മാഹാത്മ്യം വർണ്ണിക്കാൻ ഞാൻ ആളല്ല കേട്ടോ. അതിനാൽ എത്ര പ്രയാസപ്പെട്ടാലും രുദ്രാക്ഷം ധരിക്കണം എന്ന് ശ്രീനാരായണ മഹർഷി ശ്രീ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത് സ്നാനാദി വിധി എന്ന 3-ാം അധ്യായം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.